പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, നോട്ട് റിയലൈസിങ് ഐ ആം അഡിക്റ്റഡ് എന്നുള്ളതാണ്. അതായത് അതിൽ ഫസ്റ്റ് വൺ എന്നുള്ളത് തന്നെ ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഞാൻ അഡിക്റ്റഡ് ആണ് എന്നുള്ള ഒരു തോന്നൽ തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാ. ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ, 2 ദിവസത്തിലൊരിക്കൽ, മാക്സിമം 3 ദിവസത്തിലൊരിക്കൽ, ഇത് വർക്ക് സ്ട്രെസ് കാരണം ചെയ്യുന്നതാണ്, ആ രീതിയിലൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു 50 ദിവസം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് അവർക്കൊരിക്കലും അവര് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഞാൻ അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. നോട്ട് റിയലൈസിങ് ഐ ആം അഡിക്റ്റഡ്, ഞാനിത് അവര് വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്നുള്ളത് ഒരു ലോ എനർജി എന്നുള്ളതാ. ഇവരെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് ഒരു ഹയർ എനർജി എന്നുള്ളത് ഇവരിൽ നിന്ന് ഫീൽ ചെയ്യില്ല. ഒരു നമ്മളിപ്പോ നടക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും ഒരു ലോവർ എനർജിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അവരുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയുന്നുണ്ടാവും കണ്ണിൽ ഒരു പ്രകാശം എന്നുള്ളതൊന്നും തന്നെ ഉണ്ടാവില്ല. കണ്ണൊക്കെ ഒരു വരണ്ട, കുറച്ചൊന്ന് ഉള്ളിൽ പോയ, കുറച്ച് താഴെയൊക്കെ ഒരു ഡ്രൈ, ഒരു ഡാർക്ക് സർക്കിൾ ഒക്കെ അടിച്ച ഒരു കണ്ണൊക്കെ ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ അത് വരണം എന്നുള്ളതല്ല കേട്ടോ പറയുന്നത്. കണ്ണിലൊരു പ്രകാശം എന്നുള്ളതൊന്നും തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും ഇവരുടെ മൊത്തം പ്രവർത്തികളും ഉണ്ടാവുക. ഇവർ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര സ്ലോ ആയിട്ട്, എന്തിനോ വേണ്ടി ഒരു പ്രായമായിട്ടുള്ള ആളുകളൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു നടത്തമായിരിക്കും. ആൻഡ് ദ തേർഡ് വൺ എന്നുള്ളത് ഒരു കോൺഫിഡൻസ് എന്നുള്ളത് ലോ കോൺഫിഡൻസ് ആയിരിക്കും ഇവർക്ക്. കോൺഫിഡൻസിന്റെ കാര്യത്തിൽ ഒരു ലോ എന്നുള്ളതായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, ഒരു കോൺഫിഡൻസ് എന്നുള്ളത് തന്നെ ഉണ്ടാവില്ല. നമ്മളുടെ ഇപ്പോ ചിലപ്പോ പുറത്ത് നമ്മളിപ്പോ ഒരു 5 പേരുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ എങ്ങനെ ഇവരുടെ അടുത്ത് ഫേസ് ചെയ്യും, ഞാൻ എങ്ങനെ ഇവരുടെ അടുത്ത് സംസാരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. ഒരു സ്റ്റേജിലേക്ക് വിളിച്ചാലും സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ദെൻ റിഗ്രറ്റ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ചെറുപ്പം മുതൽ നമ്മളുടെ മതത്തിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യരുത്, ഹറാമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളിത് വീണ്ടും 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 ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഈ റിഗ്രറ്റ്, കുറ്റബോധം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ അടിച്ചു തുടങ്ങും. കുറ്റബോധം, നമുക്ക് ഒരു കാര്യത്തെ ചെയ്യരുത് എന്ന് അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ നല്ല രീതിയിൽ കുറ്റബോധം അടിക്കാനായിട്ട് തുടങ്ങും. ഈ കുറ്റബോധം അടിക്കുന്നത് ജസ്റ്റ് കുറ്റബോധം ഫീൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ തന്നെ നശിപ്പിക്കും. അത് നമ്മളുടെ സന്തോഷത്തെ നശിപ്പിക്കും. അത് നമ്മൾക്ക് നമ്മളെ പറ്റി തന്നെയുള്ള ഒരു സെൽഫ് ഇമേജ് നശിപ്പിക്കുന്നുണ്ടാവും. നമ്മളെ പറ്റി തന്നെയുള്ള ഒരു സെൽഫ് റെസ്പെക്ട് എന്നുള്ളത് നശിപ്പിക്കുന്നുണ്ടാവും. ഞാനിപ്പോ മാസ്റ്റർബേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. തീരുമാനം എടുത്തിട്ട് ഞാൻ വീണ്ടും ചെയ്യാണ്. എന്റെ ഉള്ളിൽ ലഭിക്കുന്ന ഇമേജ് എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ നടപ്പിലാക്കാൻ കഴിവില്ലാത്തവനാണ് എന്നുള്ള ഒരു ഇമേജ് ആയിരിക്കും ലഭിക്കുക. ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ ബ്രേക്ക് ചെയ്യുന്നവനാണ് എന്നുള്ള ഒരു ഇമേജ് ആയിരിക്കും ലഭിക്കുക. ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ നോക്കിക്കേ എല്ലാവരും. അതിനുശേഷം പിന്നീട് നിങ്ങൾ വേറൊരു തീരുമാനം എടുക്കുകയാണ്. നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ വേറൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് ഈ ഒരു ഇമേജ് ആണ്. ഏതൊരു ഇമേജ്? ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിവില്ലാത്തവനാണ് എന്നുള്ളൊരു ഇമേജ് ആണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. ദെൻ നിങ്ങൾ വീണ്ടും തീരുമാനം എടുക്കുന്നു, ഇവിടുന്ന് നിങ്ങൾ വീണ്ടും തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്നുള്ളത് നിങ്ങൾ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലോ സെൽഫ് എസ്റ്റീം എന്നുള്ളത് ഉണ്ടാവുന്നു. ലോ സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വീണ്ടും ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ വീണ്ടും തീരുമാനം എടുക്കുന്നു.
ആ തീരുമാനം നിങ്ങൾ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു. ആ തീരുമാനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എന്നുള്ളത് വീണ്ടും താഴേക്ക് പോകുന്നു. ദെൻ നിങ്ങൾ വീണ്ടും തീരുമാനം എടുക്കുന്നു, വീണ്ടും അത് ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം താഴെ പോകുന്നു. സെൽഫ് എസ്റ്റീം മാത്രമല്ല, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും കൂടി താഴേക്ക് പോകുന്നുണ്ടാവും. ഇതാണ് ഒരു തീരുമാനത്തെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം. ഒരു തീരുമാനത്തെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാണ് സംഭവിക്കുന്നുണ്ടാവുക. ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ പിന്നീട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോ നിങ്ങൾ ഒരു 10 പ്രാവശ്യം, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ 10 പ്രാവശ്യം നിറവേറ്റിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ പറ്റി എന്ത് തോട്ടായിരിക്കും ഉണ്ടാവുക? അക്ഷയ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഒന്നും നിറവേറ്റാത്ത ഒരുത്തനാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഇതേ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു, എന്നിട്ട് അത് നിങ്ങൾ നിറവേറ്റാതെ ഈ ഒരു സൈക്കിളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്ത് തീരുമാനമായിരിക്കും? നിങ്ങളെ പറ്റി എന്ത് ഇമേജ് ആയിരിക്കും വരിക? തീരുമാനം നടപ്പിലാക്കാൻ കഴിവില്ലാത്തവൻ എന്നുള്ള ഒരു ഇമേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. തീരുമാനം നടപ്പിലാക്കാൻ കഴിവില്ലാത്തവൻ എന്നുള്ള ഇമേജ് ആയിരിക്കും വരിക. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ പിന്നീട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്തും ഈ ഒരു ഇമേജ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങൾക്കൊരു വിഷയമായിട്ട് മാറും. പിന്നീട് നിങ്ങളുടെ കരിയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, അവിടെയൊക്കെ ഇത് വന്ന് നിങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ 5ാമത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ വൈഫും ആയിട്ടാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ അഡിക്റ്റ് ആണ്. നിങ്ങൾക്ക് ഫോണ് കാണാതെ ഉറങ്ങാൻ പറ്റില്ല, മാസ്റ്റർബേറ്റ് ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ല, അഡിക്റ്റഡ് ആണ്, നിർത്താനായിട്ട് പറ്റില്ല. അവരുമായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു ഗുഡ് ആയിട്ടുള്ള ലെവലിലായിരിക്കാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ വൈഫുമായിട്ട് അടിപൊളി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. യെസ്, പക്ഷേ നിങ്ങൾ ഗുഡ് ആയിട്ടുള്ള ലെവലിലായിരിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിന്റെ പീക്ക് ലെവലിലായിരിക്കില്ല. അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിന്റെ മാക്സിമം ലെവലില് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ആവറേജ് ലെവലില് അവരും ആ രീതിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറും ആ രീതിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ മാക്സിമം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു ഗുഡ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു മാക്സിമം ലെവലില് ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഒരു ക്വാളിറ്റി റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതില്ല. ഈ പറയുന്നതിൽ എന്തെങ്കിലും അടയാളങ്ങൾ, എന്തെങ്കിലും സയൻസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കൂ കേട്ടോ. പിന്നെ 7th വൺ എന്നുള്ളത് ഒരു ലോ മോട്ടിവേഷൻ എന്നുള്ളതാണ്. ലോ മോട്ടിവേഷൻ. നിങ്ങൾ പല മോട്ടിവേഷൻ വീഡിയോസ് എന്നുള്ളത് കാണുന്നുണ്ടാവും, നിസ്കരിക്കുന്നുണ്ടാവും, നിങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും. പക്ഷെ മോട്ടിവേഷൻ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നു. മാക്സിമം കുറച്ച് നേരമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നീട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാനൊന്നും അധികം ഒരു മോട്ടിവേഷൻ എന്നുള്ളത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഉള്ളിൽ ഭയങ്കര എംപ്റ്റി ആയിട്ടുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ ആയിരിക്കാം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ മാസ്റ്റർബേഷൻ എന്നുള്ളത് ചെയ്യുന്ന സമയത്ത് ഒരു പീക്ക് പ്ലഷർ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പീക്ക് പ്ലഷർ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു 150% ഹാപ്പിനെസ് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക. പിന്നീട് നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ വർക്കിൽ നിന്ന് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ, ഹാപ്പിനെസ് എന്നുള്ളതൊക്കെ മാക്സിമം ഒരു 30% ആയിരിക്കും ലഭിക്കാൻ സാധ്യത ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് ഒരിക്കലും നിങ്ങളെ വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യില്ല. കാരണം എന്താ? നിങ്ങൾ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ 30% ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150% എന്നുള്ളത് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ?
ക്ലിയർ ആവുന്നുണ്ടോ? സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് എന്നുള്ളത് നിങ്ങളെ ഈ കാര്യം ചെയ്യാനായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക. മറ്റെന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ, എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനോ, ഹാർഡ് വർക്ക് ചെയ്യാനോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലോ മോട്ടിവേഷൻ എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനിയും പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനായിട്ട് പറ്റും. ഞാനിവിടെ മുടി വളരില്ല, അങ്ങനെയുള്ള മുടി കൊഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ സൈക്കോളജിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഇനി ചിലരുണ്ടാവും കേട്ടോ, ഇത് ചെയ്തുകൊണ്ടും അവർക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഇത് ചെയ്തിട്ടും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ശീലം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. നമ്മൾ മെൻ ഇൻ ഹിദായയിൽ നൽകുന്ന ഒരു സപ്പോർട്ടാണ് 21 ഡേയ്സിൽ നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് റിക്കവർ ആവുന്നതിനുള്ള ഒരു പ്രൂവൺ ഫോർമുലയാണ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസും ക്ലാസ്സുകളും 3000-ലധികം ആളുകളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇയറിൽ ബെസ്റ്റ് റിസൾട്ട് ഓറിയന്റഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിനുള്ള നാഷണൽ അവാർഡും നമുക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് ചെറിയൊരു ഫീ എന്നുള്ളത് വരുന്നുണ്ടാവും, ഒരു 7,999 എന്നുള്ള രീതിയിൽ ഫീ എന്നുള്ളത് വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.